മോസ്റ്റ് കോമൺലി നമ്മൾ കാണുന്ന വേറൊരു കാര്യമാണ് കുട്ടികളിൽ തരിപ്പിൽ പോയിട്ട് പല സാധനങ്ങളും പോകുന്നത് സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നതാണ്, കേൾക്കുന്നതാണ്. പിള്ളേരെല്ലാം കിട്ടുന്നത് വായിലെടുത്തിടും, അതറിയാതെ തരിപ്പിൽ വരും. തരിപ്പിൽ പോകുന്നതെല്ലാം ശ്വാസനാളത്തിലോട്ടാണ് പോകുന്നത്. വയറ്റിലോട്ട് പോകുകയാണെങ്കിൽ അത് അങ്ങനെ അങ്ങ് പോകും. മെയിൻ ശ്വാസനാളത്തിൽ എവിടെയെങ്കിലും സാധനങ്ങൾ കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് പൂർണ്ണമായി ശ്വാസം നിലച്ചു പോകാൻ സാധ്യതയുള്ളൊരു ഇതാണ്. അതൊരു എമർജൻസി സിറ്റുവേഷനാണ്. അപ്പോൾ ഇന്ന് ചെറിയ സാധനങ്ങളാണെങ്കിൽ ഏതെങ്കിലും ഒരു ശ്വാസനാളത്തിലോട്ട് കയറി നിൽക്കാം. അപ്പോൾ എന്താ വെച്ചാൽ ആ ഒരു ഭാഗങ്ങളിൽ ശ്വാസം തടസ്സം വരുള്ളൂ. ഇതാണ് നമ്മുടെ ശ്വാസനാളത്തിൻ്റെ വലത്ത് ഭാഗവും ഇടത്ത് ഭാഗമായിട്ട് വേർതിരിയുന്ന സ്ഥലം. വലത്തെ ശ്വാസനാളത്തിലോട്ട് പോവുകയും ഇവിടെ ഇടത്തെ ശ്വാസനാളത്തിലാണ്. ഇതിൻ്റെ അടുത്ത് മിഡിലുള്ള ഈ സ്ഥലത്തിന് നമ്മൾ പറയുന്ന പേരാണ് കരീന എന്ന് പറയുന്നൊരു പേര്. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നൊരു സ്ഥലം. അതിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ രണ്ട് ശ്വാസനാളങ്ങളും ബ്ലോക്കായി പോകും. ശ്വാസനാളങ്ങൾ ബ്ലോക്കായി കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം കിട്ടാത്തൊരവസ്ഥ. അത് ഭയങ്കര എമർജൻസി സിറ്റുവേഷനാണ്. ഇടത്തിലേക്ക് വരെ അതാണ് പല കുട്ടികളും തരിപ്പിൽ വന്ന് തരിപ്പിൽ പോയിട്ട് മരണപ്പെട്ടു എന്ന് നമ്മൾ കേൾക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം. ഇത്തരം എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ സാധാരണ രീതിയിൽ വീടുകളിലുള്ള ആളുകൾക്ക് അറിയില്ല, അല്ലെ സ്ത്രീകളായിരിക്കും കുട്ടികളായിട്ട് അധികം ഇടപെടുക. പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചാൽ എന്താ ചെയ്യുക? ഒരു വയസ്സിന് താഴെ അല്ലെങ്കിൽ 1-2 വയസ്സിനുള്ളിലുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ കുട്ടികളെ നമ്മളെ കയ്യിൽ കിടത്തി കമഴ്ത്തി കിടത്തണം. എന്നിട്ട് പുറത്ത് നന്നായിട്ട് കൊട്ടിക്കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത് പുറത്തോട്ട് വന്നേക്കാം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് അങ്ങ് ചുമച്ച് വരുന്നേക്കാം. ഇപ്പോൾ വലിയവരാണെങ്കിൽ ഇപ്പോൾ സാധാരണ ഉള്ളവർ ചില കുട്ടികൾ, വലിയ കുട്ടികളൊക്കെ ഒരു 8 വയസ്സ് 10 വയസ്സൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു തന്നെ ചുമച്ച് പുറത്തോട്ട് വന്നേക്കാം. ഇങ്ങനൊന്നും വരുന്നില്ലെങ്കിൽ പിന്നെ നമുക്കൊരു ചെറിയ ടെക്നിക്ക് ഉണ്ട്. അതെന്താ വെച്ചാൽ ഹെമിക് മാന്യൂർ എന്നാണ് പറയുക അതിന്. പിന്നെന്താ വേണ്ടത് വെച്ചാൽ നമ്മൾ ബാക്കിലൂടെ നിൽക്കുക, കുട്ടിയെ മുന്നിൽ നിർത്തിയിട്ട് ഫോഴ്സിൽ പൊന്തിച്ച് കൊടുക്കുക. ഇങ്ങനെ ത്രസ്റ്റ് ചെയ്യാമെന്ന് പറയും നമ്മളതിന്. ത്രസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുട്ടി ചുമച്ച് പുറത്തോട്ട്. ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ ഇത് എപ്പോഴും സക്സസ്ഫുൾ ആവണമെന്നില്ല. ഇങ്ങനെ സക്സസ്ഫുൾ ആവാത്തതും അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഇൻ്റർവെൻഷണൽ പൾമനോളജി, പീഡിയാട്രിക് ഇൻ്റർവെൻഷണൽ പൾമനോളജി ഉള്ള ഹോസ്പിറ്റലിലോട്ടാണ് പെട്ടെന്ന് കൊണ്ടുവരുന്നത്.